AMMയും WCCയും തമ്മിലുള്ള ചേരിപ്പോരിന് പുറമെ കേസ് അന്വേഷിക്കുന്ന പോലീസ് സംഘത്തിനെതിരെയും ഗുരുതരമായ ആരോപണമാണ് മുൻകൂർ ജാമ്യാപേക്ഷയിലുള്ളത്. ശരിയായ രീതിയിൽ അന്വേഷണം നടത്താതെയാണ് ബലാത്സംഗ കേസിൽ തന്നെ പ്രതിയാക്കിയതെന്ന് സിദ്ദിഖ് ആരോപിച്ചിട്ടുണ്ട്. മുൻകൂർ ജാമ്യത്തിനായി സിദ്ദിഖ് മുന്നോട്ട് വയ്ക്കുന്ന മറ്റു പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവയാണ്. പരാതി നൽകിയതിനും കേസെടുക്കുന്നതിനും 8 വർഷത്തെ കാലതാമസമുണ്ടായി. കഴിഞ്ഞ 5 വർഷത്തിനിടെ ഘടകവിരുദ്ധമായ ആരോപണങ്ങളാണ് പരാതിക്കാരി ഉന്നയിക്കുന്നതെന്നും മുൻകൂർ ജാമ്യാപേക്ഷയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അതേസമയം ചേരിപ്പോരിന്റെ ഇരയാണ് സിദ്ദിഖ് എന്ന വാദം WCC അംഗം ദീദി ദാമോദരൻ തള്ളി. പിന്നെ ഇവരോടൊക്കെ ഏറ്റുമുട്ടി നിൽക്കാനുള്ള ഒരു സംഘബലമോ അല്ലെങ്കിൽ റിസോഴ്സസോ ഒന്നും WCCക്കില്ല. ഇത്തരം കാര്യങ്ങളിലെ ഒരു കമന്റ് പോലും വാസ്തവത്തിൽ അവർ അർഹിക്കുന്നില്ല. സിദ്ദിഖിന്റെ വാദങ്ങൾ ശക്തമായി സുപ്രീം കോടതിയിൽ എതിർക്കാൻ സംസ്ഥാന സർക്കാരും അതിജീവിതയും തീരുമാനിച്ചിട്ടുണ്ട്. മുൻകൂർ ജാമ്യാപേക്ഷ തിങ്കളാഴ്ച പരിഗണിക്കണമെന്നാവശ്യപ്പെട്ട് സിദ്ദിഖിന്റെ അഭിഭാഷക രഞ്ജിത റോത്കി സുപ്രീം കോടതി രജിസ്ട്രാർക്ക് കത്ത് നൽകിയിട്ടുണ്ട്. ഏത് ബെഞ്ചായിരിക്കും ഹർജി പരിഗണിക്കുക എന്ന് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് വൈകാതെ തീരുമാനിക്കും. സുപ്രീം കോടതിയിൽ നിന്നും വൈശാഖ് ജയപാലിനൊപ്പം B ബാലഗോപാൽ, മാതൃഭൂമി ന്യൂസ്.